ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ തലയിൽ ഹെന്ന ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഹെന്ന ചെയ്തിട്ടില്ലാണ്, പക്ഷെ ഇത് വേറൊരു മെത്തേഡിലാണ് കേട്ടോ ഹെന്ന ചെയ്യുന്നത്. അപ്പൊ എന്റെ പർപ്പസ് എന്താന്ന് വെച്ചാല് മുടി കുറച്ച് സോഫ്റ്റും ഷൈനിങ് ആക്കണം, പിന്നെ കുറച്ച് കളറും വരണം കേട്ടോ. അപ്പൊ കളർ വരാൻ വേണ്ടിയിട്ടുള്ള ഹെന്നയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ കളർ വേണ്ടാത്ത ഹെന്നയാ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസിന് പകരം വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് വേറൊരു രീതിയിലേക്കും ഹെന്ന പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഗ്രേ ഹെയറിന് ബ്ലാക്ക് ഹെയറിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഹെന്നയുണ്ട്. അതുപോലെ വേറെ ഈ ഒരു ഹെന്നയുടെ കളർ ഉണ്ടല്ലോ, അത് നോർമൽ ഹെയറിന് ആ ഒരു കളർ വരാനുള്ളതുണ്ട്. അതുപോലെ ഒരുപാട് പർപ്പസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ മറക്കാതെ അതും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മൈലാഞ്ചി ഇലയാണ് കേട്ടോ. അത് ഞാൻ ഫ്രഷ് ആയിട്ട് വലിച്ചാണ്. അതിലോട്ട് ഞാൻ ഇന്നലെ തിളപ്പിച്ച് വെച്ച കട്ടൻ ചായയില്ലേ, മധുരമില്ലാത്ത ചായ, അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം കുറച്ച് ബീട്രൂട്ട് ജ്യൂസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ബീട്രൂട്ടിന്റെ പകുതിയുള്ള ജ്യൂസാണ് കേട്ടോ. അതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഹെന്ന പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ എന്റെ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹെന്ന ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിട്ട് ഞാൻ മുടിയെല്ലാം ഒന്ന് പ്രിപ്പയർ ആക്കുന്നുണ്ട്. മുടിയിലെ ടാങ്കിൾസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് കുറച്ച് മുടി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ചീപ്പ് കൊണ്ട് നന്നായിട്ട് ചീപ്പി കൊടുക്കുന്നുണ്ട്. ഈ വുഡൻ കോംബ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് കേട്ടോ മുടി ചീപ്പാനായിട്ട്. മുടി പൊട്ടിപ്പോവൊന്നുമില്ല. അപ്പൊ ഞാൻ എല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സെക്ഷനായിട്ട് നമ്മുടെ ഹെന്ന അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിയുടെ ബാക്കിൽ നിന്നാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ക്യാമറ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാമറ നോക്കിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സെക്ഷൻ ആക്കിയിട്ട് ചീപ്പ് കൊണ്ടെല്ലാം എടുത്തിട്ട് അങ്ങനെയായിരിക്കും ചെയ്യുക. കാരണം നമ്മുടെ മുടിയുടെ എല്ലാവിടെയും എത്തണമല്ലോ. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തട്ടണം. അതുപോലെ മുടിയുടെ അറ്റം വരെ നമുക്ക് അത് ആക്കണം. അപ്പം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. എന്റെ ഹെയറിന് വേണ്ടതിനേക്കാളും കൂടുതലായിട്ട് എടുത്ത്. അപ്പൊ ഞാൻ കുറച്ച് നിറയെ തന്നെ തലയിൽ എല്ലാവിടെയും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. കാരണം സെക്ഷനായിട്ട് എടുത്തിട്ട് ക്യാമറയുടെ നോക്കിയിട്ട് ചെയ്യാൻ കിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഏകദേശം എല്ലാവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹെയറിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഹെയറിലാണ് കൂടുതലാക്കിയത്. എങ്കിലും സ്കാൽപ്പിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അപ്പൊ ഞാൻ എല്ലാവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെയറിൽ ഒന്നുകൂടെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ആ പോർഷനിലെല്ലാം തേച്ചാണ്. പക്ഷെ നമ്മുടെ ഈ ഹെന്ന പാക്ക് വന്നിട്ട് കുറച്ച് കൂടുതലായിട്ട് ഞാൻ അരച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവിടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതലാവുമെന്നെല്ലാം വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും ആയില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കയ്യൊറ എന്തായാലും ഇടാം കേട്ടോ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. എനിക്ക് കൈ ഇങ്ങനെ ചോപ്പാവുന്നത് നല്ല ഇഷ്ടമാണ്. ഞാൻ പെരുന്നാളിന് പോലും മൈലാഞ്ചി വെച്ചില്ലായിരുന്നു. പിന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കൈ ചുവപ്പാവാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കര വൃത്തികേടായി. എന്റെ 4 വിരൽ മാത്രമേ ചുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് പാണ്ട് പിടിച്ച പോലെ കേട്ടാ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ നോക്കാട്ടോ. ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അതിനുശേഷം ഞാനൊരു 1.5 മണിക്കൂർ അത് തലയിൽ തന്നെ വെച്ചായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഹെന്ന പാക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മുടെ മുടിയൊന്നും കളർ മാറിയിട്ടില്ല. നമ്മുടെ ബ്ലാക്ക് കളർ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് നമ്മുടെ കളർ മാറും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.